നടന്ന കഥയാണ്. ലക്ഷം വീടുകളിൽ ഒന്നിൽ പവിത്രൻ എന്നൊരു കള്ളനും അവന്റെ കുടുംബവും പാർത്തിരുന്നു. കുടുംബം പുലർത്താൻ വേണ്ടി പവിത്രൻ നന്നേ കഷ്ടപ്പെട്ടിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം മോഷ്ടിച്ചാണ് അവന് കള്ളൻ പവിത്രൻ എന്ന പേര് കിട്ടിയത് തന്നെ. ആ പേരല്ലാതെ എണ്ണമറ്റ ചെറുകിട മോഷണങ്ങളിൽ നിന്ന് കാര്യമായൊന്നും സമ്പാദിച്ചു വയ്ക്കാനോ ഭാര്യമാർക്കും പിള്ളേർക്കും വേണ്ടി നാളത്തേക്ക് എന്തെങ്കിലും കരുതി വയ്ക്കാനോ അവന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ സങ്കടവും പവിത്രനുണ്ടായിരുന്നു. സ്വന്തമായി വീട് കിട്ടിയപ്പോൾ മേലിൽ ഗുണമുള്ള മോഷണങ്ങൾക്ക് മാത്രമേ മെനക്കെടൂ എന്നൊരു തീരുമാനവും അവൻ എടുത്തിരുന്നു. പവിത്രന് 2 ഭാര്യമാരും 2ലും കൂടി 3 മക്കളും, 2ഉം 2 പൊറുതി. ആദ്യത്തവൾ കൂടെ ലക്ഷം വീട്ടിൽ, രണ്ടാമത്തവൾ അവളുടെ വീട്ടിൽ. അത് പാതി രഹസ്യവും പാതി പരസ്യവും. അമ്മേ, വേണ്ട പോലീസുകാര്. എവിടെ അവൻ? ഇവിടെ ഇല്ല. എവിടെ പോയി? ഇന്നലെ ഉച്ചയ്ക്ക് പോയതാ. പിന്നെ വന്നിട്ടില്ല? ഇല്ല. എവിടെ പോയിരിക്കും? അറിഞ്ഞൂടാ. എവിടെയാ പോയെന്നറിയാൻ മേലെങ്കിലും എന്തിനാ പോയെന്നറിയായിരിക്കും. ഇവിടെ വാടോ. താൻ ആരാടോ? ഞാനിവിടെ അയലോക്കത്തെയാ. എന്തുവാ പേര്? വാസു. ഇന്നലെ രാത്രി നീ ഇവനെ എവിടെയെങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല, ഇന്നലെ ഉച്ചയ്ക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. നീ അവന്റെ സെറ്റുകാരനാണോടാ? അല്ല, ഞങ്ങൾ ശത്രുതയില്ല. ഇല്ലേ മാനെ? അവൻ എവിടെയെങ്ങാനും കണ്ടാൽ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞോണം കേട്ടോ. ഇല്ലെങ്കിൽ നിന്നെ ഇടിക്കും, ഇവളെ ഇടിക്കും, എല്ലാറ്റിനെയും ഇടിക്കും. അല്ലേ മാനെ, നമ്മളിവിടെ ഒരു പാറാവിട്ടില്ലേ അവൻ തടയുകയില്ല. ഇവന്മാരല്ലേ അവന്റെ കൈകളാ. അല്ലേ പിന്നെ പാറാവ്. എന്നാൽ ഒരു പട പട്ടാളത്തിനെ കൊണ്ടിട്ടേക്ക. ഒരു കിണ്ടിയും മൊന്തയും പോയെന്നും പറഞ്ഞ് നിങ്ങൾ കിടന്ന് കയറ് പറിക്കാതിന്റെ മാമച്ച. ഒരിക്കലിപ്പോ ഇൻസ്പെക്ടർ ആയോടിയേ. ഓ, എന്താന്ന് ഇൻസ്പെക്ടർ ഏട് നോക്കുമ്പോഴത്തെ മൂച്ച. 2 എണ്ണം രാവിലെ പോയി, ബാക്കി 5 എണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. 2 എണ്ണം ഇങ്ങനെ പോയി? തനിയെ പോയോ? അല്ല, കൊട്ടക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. കള്ളം പവിത്രന് ഇവിടെ വന്ന് സൈക്കിൾ എടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറില്ല. എന്താ കൊടുക്കാത്തെ? അവനെ പറ്റി അറിയാവുന്നോണ്ടാ. ഇവിടേക്ക് ഒരു നോട്ടം വെച്ചേരും. കണ്ടാ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞോണം കേട്ടോ. ഓ, ഇല്ലെങ്കിൽ നിന്നെ ഇടിക്കും, ഇവനെ ഇടിക്കും, എല്ലാത്തിനെയും ഇടിക്കും. കഴിഞ്ഞ മാസം ഒരു ദിവസം കള്ളം പവിത്രൻ മില്ലി വന്ന് കയറി. എന്തേലും ഒരു ജോലി വേണമെന്നും പറഞ്ഞു. ഞാനെന്തോ ജോലി കൊടുക്കാൻ, ഇവിടെങ്ങും പണിയുമില്ല, ശമ്പളം കൊടുക്കാനിട്ട് ത്രാണിയും എനിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഉടനെ അവൻ പറയുന്നു അവന് ശമ്പളം വേണ്ട, നിന്നോളാം. അങ്ങനെ അവൻ പറയണേല് മറ്റെന്തെങ്കിലും വരുമാനം മനസ്സിൽ കണ്ട് കാണുമല്ലോ എന്ന് ഞാനും കണ്ടു. വല്ല ഉണ്ടേൽ അറിയിക്ക എന്നും പറഞ്ഞ് അന്ന് അവനെ പറഞ്ഞു വിട്ടു. പിന്നെ ഇന്നലെ 10 രൂപ കടം വേണമെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് കയറി. ഞാൻ എവിടുന്നിട്ട് കൊടുക്കാനാ 10 രൂപ? ഇരുട്ട വെളുക്ക നെല്ലും തവിടും കുത്തിയാ കിട്ടുകയല്ല 10 രൂപ. പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് പിടിച്ചില്ല, ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. നേരം വെളുത്ത് നോക്കുന്നു, വീട്ടിൽ കിണ്ടിയും മൊന്തയും കുടുവൻ ചെരുവും കാണാനില്ല.
പഴയ പാത്രം ഇവിടെ എടുക്കുമെന്നറിഞ്ഞില്ല. അതാണോ സാമാനം? എത്ര കിലോ ഉണ്ട്? ഒരു 10-15. 10-15? കൈമളെ, കൊണ്ടുപോയി തൂക്കി നോക്ക. പാത്രത്തിന്റെ തൂക്കം പറഞ്ഞില്ല. പാത്രത്തിന്റെ തൂക്കോ? ഏത് പാത്രം? അല്ല, തൂക്കാനെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയിട്ട് പാത്രവും കാണാനില്ല, ആളെയും കാണാനില്ല. കൈമളെ, കൈമള് കടയിൽ പോയി. ആ കൈമളിപ്പോഴാ കടയിൽ നിന്ന് വരുന്നേ? ആ എനിക്കെങ്ങനെ അറിയാം? എന്ത് പറഞ്ഞാല്? ഇത്ര ദൃശ്യമാണെങ്കിൽ പിന്നെ ഈ മോഷണ സാധനം കൊണ്ടെന്നില്ല ഞാൻ കെട്ടിയെടുത്ത് ഇവിടെ ആരാണ്ട് വാക്ക് പറഞ്ഞോ സാധനം എടുത്തോളാം തപ്പിക്കൊണ്ട് പോരെന്ന്? ആ നില്ല ഇവിടെ കൈമള് വരട്ടെ. ആ ആ ആ ആ അത് ശരി. ഉണ്ണി, മറ്റേ കാശ് പോയടാ. ഏത്? തെക്കുന്ന് വരാനുള്ളതോ? അല്ല, തെക്കിറക്കിയ കാശ്. ഇറക്കിയെന്ന് പറയുമ്പം എത്രയാ? 77 87? 80. അല്ലെങ്കിൽ ഇപ്പൊ പോയി കഴിഞ്ഞതിന് ശേഷം 87,000-ഉം 77,000 തമ്മിൽ എന്തുവാ വ്യത്യാസം? ആ പിന്നെ അതേപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് എനിക്ക് പോയി. ഓടെ ഒരു വില വെച്ച് തരണോ അതോ ശരിയായ തൂക്കം അറിഞ്ഞ് വിലയിടണോ? ഇവിടത്തേക്ക് അറിയാമല്ലോ, എന്തേലും തോന്നുന്നെങ്കിൽ തന്നാ മതി. എത്രയായാലും എനിക്ക് സന്തോഷ. എന്തേലും തന്ന് നിന്നെ വിടാൻ എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നേരില്ലാത്തൊരു ബിസിനസ് എനിക്കില്ല. തൂക്കം അറിഞ്ഞ്, തൂക്കവും ഗ്രാമും അറിഞ്ഞ് കമ്പോളത്തിൽ നടപ്പുള്ള വില ഞാൻ നിനക്ക് തരും. മോഷ്ടിച്ച മുതലാണെന്നും പറഞ്ഞ് വില കുറയ്ക്കുന്ന ചില ഇലവയ്ക്ക് നായകളെ ചിറുതയ്ക്ക് നായകളെ ഇനത്തിൽപ്പെട്ടവനല്ല ഞാൻ. മനസ്സിലായോ? ആ അവിടെ ഇരി, കൈമള് വരട്ടെ കേട്ടോ. ആ
എന്തോന്നാ മാമച്ചായ ഒരു ക്രാവിയും നോട്ടവും പടിവി? കാലത്തെ പോലീസിനെ കൊണ്ടുവന്ന് നോക്കിച്ചിട്ട് തൃപ്തിയായില്ലായിരിക്കും. പിന്നെ ഒരു പരിശോധന. അത് ഞാൻ ഇവിടെ വന്നിട്ടില്ല മാമച്ചായ. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുമില്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ടോ, പിന്നെ മാമച്ചായൻ എന്നോടാ ദേഷ്യം. എനിക്ക് ആരോടും ഒന്നുമില്ല. മുതല് മോഷണം പോയവന്റെ മനസ്സിലെ മോട്ടിക്കണവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ പെണ്ണുമ്പിളോട് പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല. പിന്നെ കൊള്ളി കേട്ടോ, അങ്ങേര് ഇവിടെങ്ങാനും കൊണ്ടുവച്ച 3 തരം ഞാനെടുത്ത് മാമച്ചായന് തരാം. ആ അതെന്തിനാ നീ എടുത്തു തരുന്നേ? എന്റെ മനസ്സലിഞ്ഞിട്ട്. എന്തിന്? നിങ്ങളുടെ ആദി കണ്ടിട്ട്. ഓ, അല്ലേലങ്ങ് പോട്ടെ നോക്കണം. ഒരു മൊന്തയും കിണ്ടിയും കുടും ചെരുവും തന്നല്ലോ. ആ, നിങ്ങൾക്കത് നിസ്സാരം. കഷ്ടപ്പെട്ട് ഉണ്ടാക്കണവനെ എന്റെ വില അറിയാം, മോട്ടിക്കണവൻ അറിയാല. പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിന്റെ നടയിൽ വന്നു നിന്ന് വെറുതെ പള്ളു പറയാതെ എന്റെ മാമച്ചായ. അല്ലേ, സന്ധ്യ ആകുകയാണല്ലോ. അതെ, ആ കൈമളെ വിട്ട് കാണാനും ഇല്ലല്ലോ. ആ താൻ പോയി ഒരു കാപ്പിയോ കടിയോ എന്തെങ്കിലും കഴിച്ചിട്ട് വാ. എന്താ കൈ കാശൊന്നും ഇല്ലേ? താൻ പോയി കാപ്പി കുടിച്ചോണ്ട് വാ. ഏതായാലും ഇത്ര നേരം നിന്നല്ലോ, ഇനിയിപ്പോ ഇത് വിറ്റിട്ട് മതി. ഏത് കടയിലാ പോയേക്കുന്നേ? ഞാൻ വേണേ പോയെന്ന് അന്വേഷിക്കാം. കൈമളയല്ലേ? അതാണ്. കട നമ്മുടെ തന്നെയാ. പക്ഷെ എതിലേക്കാ പോയെന്നുള്ള കാര്യമാണ്. 14 കടയാ, അതും 14 ഇടത്ത്. എല്ലാത്തിന്റെയും കണക്കും കാര്യവും ഒക്കെ കൈമളുടെ കയ്യിലുമാണ്. അയാൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ ഒക്കെ അങ്ങേർക്കേ അറിയൂ. ഏതായാലും ഒരു കാര്യം ചെയ്യും, കേറി നോക്കിക്കോ. കൂട്ടത്തിൽ നിന്ന് തന്റെ സാധനം ഏതാണെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും. ആ, അങ്കി വാ. ഞാൻ അങ്ങനെ ആരെയും ഇതിനകത്ത് കേറ്റാറില്ല. ഇല്ലേ? കൂടിയിനം ബൾബാ, പാമ്പ്. ഇതിനകത്ത് അപ്പിടി പാമ്പാ. നമ്മുടെ കൈമളുടെ അമ്മാവൻ ദോന്റെ അവിടെ വെച്ച് ഒരു സർപ്പം കുത്തി ചാടുകയെ. അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ കടയേറ്റി പിന്നെ ആ ബൾബ് ഇട്ടത്. അത് പിന്നീട് പാമ്പ് കിടിയും വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. 1 or 2 ചില്ലറ കൊത്ത് നടന്നു കാണും. നിന്റെ മൊന്തയും കണ്ടി ഈ കാറ്റിനകത്ത് എവിടെയോ കിടപ്പുണ്ട്. നോക്കിയെടുക്ക്. കിട്ടിയില്ലെങ്കിൽ വന്ന് എന്നോട് പറ.
ഇതുപോലെ വേറെ 3 ഗോഡൌൺ കൂടിയുണ്ട്. എതിലാണ് കൊണ്ട് ഇട്ടതെന്നുള്ളത് ഇനിയിപ്പൊ കൈമൽക്കേ അറിയാവൂ. മുതലാളി മുതലാളി എല്ലാം കുഴപ്പമായി. എന്ത് പറ്റി? പോലീസ് ഇപ്പൊ കടവടേ. ഞാൻ മുൻവശത്തെ തട്ടിയിട്ടു, ലൈറ്റ് വാങ്ങിച്ചു. അവര് വന്നു? ഇല്ല, വരുന്നു. എന്തോ ഒരു പെടാഭാഗ്യത്തിന് എനിക്ക് സ്വല്പം മുമ്പേ അറിവ് കിട്ടി. അതുകൊണ്ട് തട്ടിയിടാനെങ്കിലും പറ്റി. ആരെയാണ് ആ സൈക്കിൾ എടുത്ത് മാറി കരുതാ വേണല്ലേ ചവിട്ടി പിടിച്ചു നോക്കാം. ഓരോ മണ്ടത്തിനും പറയാതെ എനിക്ക് പിന്നെ എങ്ങനെയാ പുറത്ത് കൂട്ടുന്നേ? ആ കുത്തിപ്പൊളിക്കാന്ന് വെച്ചാ തന്തേരാ ശങ്കരനയുടെ പ്രസിഡന്റോ ഖജാൻജിയോ ഏതാണ്ടൊക്കെയാ. മോളിന് ഓർഡറില്ലായിരുന്നെന്നും പറഞ്ഞ് അവൻ കാലത്തെ അസംബ്ലിയിൽ ഇട്ടിരിക്കാതെ പിന്നെ ഞാൻ അതിന്റെ പുറകെ കിടന്നു. എങ്ങനാ പുറത്തോട്ട് പൂട്ടിച്ചേർന്നേ? പണ്ട ഞാൻ പൂട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ
കണ്ടോ, എന്റെ കടയിൽ പൂട്ടുണ്ടോ? എഴുന്നേര് പവിത്ര, നമ്മൾ രണ്ടിന് ആരാണ്ടയുടെ ഭാഗ്യം. ഭാഗ്യമൊന്നുമല്ലേ, ബുദ്ധിയുടെ ശക്തിയാണ്. അല്ലേ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വാതിലും പൂട്ടും? എന്നാലേ ഇനി നീ പൊയ്ക്കോ. ഇതാ സൈക്കിൾ കയറി കൊടുത്തേരെ. വണ്ടി പോയി എന്ന് പറ, വല്ല കടലെടുത്തുന്നോ മറ്റോ. കേട്ടോ? പാത്രത്തിന് മതിയാവേ? മതിയാവേ. നീയും എടുത്തോ. നിന്റെയും ഒരു ദിവസം മെനക്കേടല്ലയോ? എല്ലാം ശരിയായേ? അപ്പോ ഇന്ന് സമയം കളയാതെ നീ പൊയ്ക്കോ. 1882 സർ റിപ്പൺ പ്രഭു ഹണ്ടറുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യം കമ്മീഷൻ ഏർപ്പെടുത്തി. പ്രാഥമിക വിദ്യാലയങ്ങളുടെ നടത്തിപ്പിന് പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, പ്രാഥമിക വിദ്യാലയങ്ങളുടെ എന്തേടി എന്റെ ചേച്ചി? അകത്തുണ്ട്. ആരാറിയാത്ത എടി അകത്ത് ആരാന്ന്? കേറി നോക്ക്, അറിയാൻ എത്ര ദൃശ്യമാണേലും. എന്നാലും മാമച്ച, നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്തസ്സുള്ള ഒരുത്തരാ നിങ്ങളെന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള വിചാരം. പിന്നെ എന്റെ കിണ്ടിയും ചരുവം മോട്ടിച്ചുകൊണ്ടുപോയാൽ? ആഹാ, അത് മുതലാക്കുകയായിരുന്നു. ദയ കിടക്കുന്നു തന്റെ കിണ്ടിയും ചരുവോ. മേലാലി വേലിക്കത്ത് കടിപ്പോരുത്. പോക്കൃത്തത്തിനും വേണം അതിര്. പോലീസുകാരെ കൊണ്ടും തെറ്റവെച്ചാല് തന്റെ കൊടറിയാൻ എടുക്കും. നിങ്ങൾ പാത്രം മോട്ടിച്ചോണ്ടല്ലേ അങ്ങേരിപ്പോ അധികാരത്തിൽ വന്ന് കയറിയത്? ഭർത്താവ് മൂട്ടിച്ചതിന് ഭാര്യ പരിഹാരം കാണുന്നത് വല്ലൊന്നും കൂടെ കിടന്നിട്ടാണോടി പുല്ലേ? പിന്നെ ഓരോരുത്തന്മാര് ഇന്ന് തങ്ങൾക്ക് മറ്റൊരിടത്തോട് പോകാൻ തോന്നിയില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാരും പറയുന്ന പോലെ നീ വ്യഭിചാരിയാന്ന. തീർന്നു ബന്ധം. 6 രൂപ കുത്തിരി ചെലവിന്. ജാനകി, എന്താ കാണാത്തേന്ന് ഞാനങ്ങ് പേടിച്ചിരിക്കുമായിരുന്നു. എടാ മക്കളെ, വേണ്ട അച്ഛൻ വന്നു. നീ എന്താ പണി? അരിയുടെ കണക്കെഴുതിയിടുകയായിരുന്നു.
രണ്ടും കൂടെ ഇവിടെ കിടന്ന് കയറ് പറിക്കുമായിരുന്നു. പോലീസുകാരനെ തല്ലാനും ചവിട്ടാനും ഒക്കെ വന്നു. ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. എടാ വീര, ഹൈ ഹൈ കേറ്. ആ, ഉച്ചി. പത്ത് പൈസക്ക് ബീഡി. എന്നാലും എന്റെ പവിത്ര നല്ല പണിയാ പറ്റിച്ച്. ഇതെന്നതാ? സൈക്കിൾ കടലെടുത്തു പോയി. കടലെടുത്തു? ആ, എന്ന് വെച്ചാ കാറ്റ് വെള്ളം കടപ്പുറത്ത് പോയിരുന്നപ്പം ഒരു വില വന്ന് വിട്ട് കയറി. വേറെ സൈക്കിളും കൊണ്ടങ്ങ് പോയി. ഞാൻ ജീവനം കൊണ്ടേക്ക് പോരുകയും ചെയ്തു. പേടാന്നേ. പവിത്ര രമേന്ദ്രിയെ വിട്ടോ എന്നൊരു സംസാരം കേട്ടു. വിട്ടു. ആഹാ, അപ്പ കേട്ട നേരാ. ആ, എനിക്കതിശയം അതല്ല. കെട്ടിയോളും മരിച്ച് ഇത്രയും കാലം സൽപ്പേരോട് കഴിഞ്ഞ് മോടെ കെട്ടും നടത്തി നിൽക്കുന്ന മാമച്ചനിക്കണി പറ്റിയല്ലോ എന്ന. നിങ്ങൾ നോക്കിക്കോ, ആ കൊച്ചുപുലടിച്ച് പോയതേ എന്റെ നല്ല കാലത്തിനാ. എന്റെ കൺമഷിക്കുള്ള കാശുണ്ടാക്കി തരാൻ ആ അത്തപ്പാടി വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. ഒന്നുമില്ലേലും ഇതിപ്പോ പേടിക്കാതെ ജീവിക്കാമല്ലോ. മറ്റേത് ഒന്നിനുമില്ലാതെ ഒരു ഒടയക്കാരൻ. ചേടാ, എന്നാൽ ഇച്ചയെന്ന് എന്ന് കണ്ട പവിത്രന്റെ മനസ്സ് മാറും. എന്തിന്? ഇതിപ്പോ പാടൊഴിഞ്ഞു. മുമ്പാണേലും എനിക്കും കൊച്ചിനും കടിയണയിൽ ഞാൻ തന്നെ അധ്വാനിക്കണമായിരുന്നു. അല്ലാതെ പിന്നെ കള്ളം പൗത്രം കട്ടോണ്ട് വരുന്നത് വെച്ചാ ഞാൻ ചെലവ് നടത്തിക്കൊണ്ടിരുന്നേ. പോവാൻ പറ. എന്തോന്നൊരു ജമേന്റെയായി? എങ്ങോട്ടത്? മില്ലിൽ പോണം. എപ്പോഴെപ്പോഴും എന്തൊരു കുത്തിക്കാൻ പോക്ക്? ഇന്നലെ കണ്ടല്ല. മറ്റേ കുത്തിക്കലിന് തന്നെ. അതിന് നിങ്ങൾക്കെന്തോന്നു നഷ്ടം? എന്ത് ദമയന്തി, ഇരിക്കാൻ വേറെ സ്ഥലം കിട്ടിയില്ലോടി? ഞാൻ പോണു ദമയന്തി. അയ്യോ, നീ നില്ല. ഇതും കുത്തിച്ചോണ്ട് ഞാനിവിടെ വരാം. നീ പോരെ, ഞാൻ പോണം. പെണ്ണുമ്പളെ, നിങ്ങളുടെ ശൃംഗാരമൊക്കെ പിന്നെ ഇവിടെ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുക. ചാരിയൻ ഇടുന്നെങ്കിൽ ഇടാന്. ഓ, ഈ മാമച്ചായന്റെ ഒരു ശൗര്യം കണ്ടാട്ടെ. ദമയന്തി, ദൈവത്തെ വിചാരിച്ച് എന്റെ മാനം കളയരുത്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്നു കയറിയ ആളുകൾ അതും പറഞ്ഞുണ്ടാക്കും. അങ്ങനെ വെച്ചു തന്നാൽ എടുക്കണേ. ദമയന്തി വേറെ ജനിച്ചുണ്ടാവണം. മാമച്ചായൻ എന്താ അത് കൈകൊണ്ടൊന്ന് എടുത്തു തന്നാല്? ഇത് ഞാൻ പടത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവയ്ക്കും. അന്ന് തന്ന കാശും പടത്തിന്റെ മുമ്പിൽ തന്നെ വെച്ചേക്കുക. മാമച്ചായൻ അറിയാൻ മേല എന്റെ മനസ്സിൽ ഈ മാമച്ചായനോട് എങ്ങനെയാന്ന്. എന്നാ ഞാൻ ഇറങ്ങുന്നേ മാമച്ചായ. ദേ ദേ, ഉറക്കാണോ? അല്ല,
എന്താ വേണ്ടെന്ന് വെച്ചാ പറയുന്നടാ. എന്താ? എടാ ചിത്ര, നീ പറയടാ. ഇന്ന് സ്റ്റാമ്പിന്റെ കാശ് കൊടുക്കണം. സ്റ്റാമ്പോ? എന്തോന്ന് സ്റ്റാമ്പ്? ക്ഷയരോഗ സ്റ്റാമ്പ്. ആ, നാളെ കൊടുക്കാന്ന് പറ. ഇന്ന് കൊടുക്കണം. ഇല്ലല്ലോ. ഇല്ല, പള്ളിക്കൂടത്തിൽ കയറ്റില്ല. നിന്റെ കാശുണ്ടോ? എന്തേലുണ്ട്. എന്നാ പിന്നെ എടുത്ത് കൊടുത്തൂടെ? കാലത്ത് ഒരു പൊണ്ണക്കാര്യം പോലെ ക്ഷയരോഗ സ്റ്റാമ്പ്. പോയില്ല. ഇതെന്തോന്ന് നിപ്പ്? എനിക്കറിയാം എന്താ അങ്ങ് മൗനിയായി പോയതെന്ന്. എന്താന്നറിയാം? എന്തോ എന്റെ വിചാരം? മറ്റേ ആ എന്ധ്യാനി പോയതിന്റെ ആണോ? അല്ലേ പിന്നെന്താ? അന്നോട്ടാണല്ലോ മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ലാണ്ടായത്. കള്ളൂടി പോലും ഇല്ല. നിനക്ക് പറഞ്ഞാ മനസ്സിലാകുകയല്ല. അവള് പോയതിന്റെ സുഖം എനിക്കേ അറിയാവൂ. എല്ലാം എന്റെ പൂജയുടെയും പ്രാർത്ഥനയുടെയും ഫലമാ. അങ്ങനെയൊന്നും ഒരവള് വിചാരിച്ചാലും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഇതെന്തോന്നത്? അനാവശ്യം പഠിക്കുന്ന പെണ്ണുപിള്ള. എന്റെ അന്നമാ, അതിലൊന്നും ജൂലി മുട്ടിക്കണ്ട. അയ്യോ, ഞാനത് ഓർത്തില്ല. ഇവിടെ ഇപ്പൊ ആരും തൂക്കം തുറക്കൊന്നും വേണ്ട. നിങ്ങൾ ഇറങ്ങി പോയി തരാം. നീ എന്നും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്നെ വരട്ടി കാശടിക്കാനാണ് നാട്ടുകാരുടെ സംസാരം, അറിയാമോ? ഞാൻ എന്നെങ്കിലും അച്ചായനോട് എന്തേലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അതാ, അത് നമുക്കല്ലേ അറിയാവൂ. നമ്മൾ അറിഞ്ഞാ മതി. അച്ചായൻ എന്നോടെന്താ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്നേ? നീ അല്ലയോ കണ്ണിച്ചോരയില്ലാതുള്ള കളി കളിക്കുന്നേ? ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഓടിക്കേറി വരുന്നത് കൊണ്ടാണോ? അതെനിക്ക് കാണാതിരിക്കാൻ മേലാഞ്ഞിട്ടാ. എന്നാൽ ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണണമെന്ന് അച്ചായന് തോന്നിയില്ലല്ലോ? കാണുന്നുണ്ടല്ലോ. ഓ, അതെന്തോന്ന് കാണല്ലേ? എന്റെ വീട് വരെ ഒന്ന് വന്നാലെന്താ, ചെരുപ്പ് തേഞ്ഞു പോമോ? ഇല്ലല്ലോ. വഴി അറിഞ്ഞൂടാന്ന് ഏതായാലും പറയത്തില്ലേ? ഇന്ന് വരാതിരുന്നാലാ. എന്റെ ആയുസ്സില് ഒറ്റ പ്രാണിയോട് ഞാനിങ്ങനെ കാലുപിടിച്ച് പറഞ്ഞിട്ടില്ല. വന്നില്ലേ, നേരം വെളുക്കുമ്പം എന്റെ പ്രേതം കിടത്തി കിടക്കും.
എടി, നീ അടുപ്പിൽ തീയത്തുന്നുണ്ടോ നോക്ക്. ഉണ്ട്. ഇവിടെ ഇരുന്നോണ്ട് കൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചാലും നടക്കും. എടി പെണ്ണെ, പോയി അടുപ്പ് തീയത്തുന്നില്ലെങ്കിൽ 2 ചൂട്ട് വെച്ച് അടിച്ചു കൊടുക്ക്. അങ്ങേർക്ക് വെട്ടി തിളയ്ക്കണം. ചായ. ഇതിനിടയ്ക്ക് ഇത് എപ്പോ പോയി കുളിച്ചു? വെളുപ്പിന് ആദ്യം ഈ മുറി അടിച്ച് വൃത്തിയാക്കി, പിന്നെ പോയി അടിച്ചു കുളിച്ച് തിരിയും കത്തിച്ചു വെച്ചു. അശോ, ഭാമിനി, എടി ഭാമേ, ഒന്നിങ്ങ് വന്നേ. ആ അതവിടെ കിടന്നോട്ടെ. അയ്യേ, എടി ദേ ആ കിടക്കുന്ന എല്ലി കഷ്ണം അങ്ങെടുത്ത് കള. എടി അവിടെ ഒന്ന് തുടച്ചു വിട്ടേരെ. പഠിക്കുകയാണ്. 10ലാ, അടുത്ത ആഴ്ച പരീക്ഷയാ. അത്രയൊക്കെ ഇവളെ ആക്കിയെടുക്കാൻ സാധിച്ചത് എന്റെ ഒരു മിടുക്കും ദൈവാധീനമാണ്. തോടാൻ നോക്കി നിന്ന പോലെ. അതിന്റെ ലക്ഷണം അറിയാവോ? എന്താ? ഏറ്റവും വലിയ ശുഭലക്ഷണമാ. ഇതിനേക്കാൾ വലിയ ലക്ഷണമില്ല. അപ്പോ അന്ന് ബന്ധപ്പെട്ടതോ? ഓ അത് വെറുതെ. സത്യത്തിൽ ഇന്നലെയാ നമ്മുടെ ബന്ധം തുടങ്ങുന്നത്. അത് ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? അങ്ങോട്ടോ? അതെന്നേ തുടങ്ങിയതാ. പിന്നെ ദമയന്തി, ഇഷ്ടം കൊണ്ടാ, അതെനിക്കിപ്പോ അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്കിനി നീ മില്ലി വന്നെന്നെ കാണണം. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ആഴ്ചയിലൊരിക്കലേ, അതെ ആഴ്ചയിലൊരിക്കലേ ഞാൻ വന്ന് കണ്ടോളാം. എല്ലാം അച്ഛന്റെ ഇഷ്ടം. ടാറ്റ പറ മോനെ. ഡാഡിക്ക് ടാറ്റ പറ. എന്തോന്നാച്ചാ ഇത്? പരസ്യമായിട്ടങ്ങ് വെച്ചു കിടത്തുകയാണല്ലോ. അല്ലാതെ ഇനിയിപ്പോ രഹസ്യമായിട്ടും തോന്നും അല്ലേ? ഇതൊക്കെ വിധിയാ പവിത്ര. അതത്രേ ഉള്ളൂ. എന്നാ അച്ചായം പോക്കോ. കണ്ടപ്പോഴെങ്ങ ഒന്നും ചോദിക്കാതെ പോകുന്നെന്ന് ഞാൻ ചോദിച്ചതാ. നമ്മുടെ പെമ്പ്രന്നോത്തിക്ക് സുഖമാന്നേ. ഓ അയ്യോ, മോട്ടിക്കുന്നതാ. വാച്ചും മാലയും ഒക്കെ ആയിട്ട് എവിടോ ഒരു നല്ല കോള് കിട്ടിയിട്ടുണ്ട്. അതാ. അങ്ങനെയാണെ അത് പരസ്യമായിട്ടിട്ടുകൊണ്ട് നടത്തി. അതിന്നിപ്പോ അച്ചായനെ കാണിക്കാൻ വേണ്ടിയിട്ടിട്ടതായിരിക്കും. കണ്ണുകടി സഹിയല്ലേ. എന്റെ അച്ചായൻ നോക്കിക്കോ, ഒരു ദിവസം എല്ലാം കൂടെ പോലീസ് ഒന്ന് നുള്ളി പറക്കിക്കൊണ്ട് പോകും. അതുപോലെ അല്ലിത്. പവിത്രൻ ഈയുടെ വച്ചടി കയറ്റമാണെന്നാ നാട്ടുകാർ പറയുന്നത്. കണ്ടാലും അത് അറിയാനും. കേറ്റം. ഇന്നലെയും ഞാൻ കണ്ടതാ അങ്ങരുടെ ആ ഭാര്യയെ അരിക്കച്ചവടത്തിന് നടക്കുന്നു. അതെന്തോ നാട്ടിൽ അങ്ങനെ ഒരു സംസാരമാണ്. അങ്ങേര് ഇനിയിപ്പോ അങ്ങ് കോടീശ്വരനായാലും എനിക്കൊരു മനസ്താപവും ഇല്ല. മാമച്ചായം വാ, വന്നിവിടെ ഉറങ്ങും.
എന്തോന്നാ മാമച്ചായ മെല്ലിന് പുതിയ പേരിട്ടോ? അല്ല പഠിക്കരേ, ഓരോ എംബോക്കികളുടെ പണി. നടപ്പടിക്കൽ ആഭാസം എഴുതി വെക്കുക. അല്ല, ഇതാരാ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല. ആരാ? മറ്റവൻ തന്നെ. രാത്രി മോട്ടിക്കാൻ ഇറങ്ങിയിട്ടൊന്നും കിട്ടാതെ വരുമ്പം അരിശം തീർക്കുന്നതാ. പൗത്തന്നെയാണോ പറയുന്നത്? അവനിപ്പോ മോട്ടിക്കാനും നിങ്ങളുടെ ബോർഡ് എഴുതാനും ഒന്നും നടക്കാൻ നേരമില്ല. അവനിപ്പോ ആരാന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റുകയില്ല. ഏതായാലും അവൻ ഇപ്പം പഴയ കള്ളം പോത്തന്നല്ല. നിധി കിട്ടിയായിരിക്കും. നിധി കിട്ടിയെന്നോ, നോട്ടടവെപ്പാണെന്നോ, പേശയ്ക്ക് ആള് കയറ്റിലാണെന്നോ പലതും കേൾക്കുന്നുണ്ട്. ലക്ഷം വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. ഭാര്യയുടെ പേർക്ക് 5 പേരെ കണ്ടവും 15 സെന്റ് പുരയോടും അവൻ എഴുതിക്കുക. പിന്നെ നാളെ ആ പ്രമാണം ഞാനാ ഒരു സാക്ഷി. നിങ്ങൾക്ക് വിശ്വാസമല്ലേ? വിശ്വസിക്കണ്ട. முதலாவது பிறந்தநாளை கொண்டாடுகிறார். இவரை அம்மா, அப்பா, பெரியப்பா, பெரியம்மா, தாத்தா, சித்தப்பா, சித்திமார், பாட்டி, உற்றார் உறவினர்கள் வாழ்த்துகிறார்கள். தமிழ்நாடு வட ஆட்காடு மாவட்டம் போலூர் தாலுகா கேட்டவரம் பாளையத்தைச் சேர்ந்த பவுல் சாந்தகுமார் முதலாவது பிறந்தநாளை குதூகலமாக கொண்டாடுகிறார். അച്ഛനും മക്കളും കൂടെ ഇവിടെ ഇങ്ങനെ സൗന്ദര്യം കണ്ടുണ്ടെന്നാ പറ്റുകയല്ല. അച്ഛനോട് ചോദിച്ചിട്ട് പോ. അച്ഛാ, പോയിട്ട് വാ. അവിടെ പോയി കണ്ട കച്ചറ പിള്ളേരുമായിട്ട് മുച്ചൂടെ നിൽക്കരുത് കേട്ടോ. വന്നിട്ട് പഠിച്ചോണം. To be held next month. The Soviet President, Ms. Brezhnev, has said that Poland will be able to defend the German... പിള്ളാരെ, ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ കുഞ്ഞമ്മയല്ലയോടാ മക്കളെ, ഒന്ന് നില്ലേ. നിങ്ങളിൽ ആര് വിചിത്രൻ, ആര് ചിത്രൻ? ഞാൻ വിചിത്രൻ, മറ്റേത് ചിത്രൻ. നിങ്ങളുടെ അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ കഥകള്. ഇപ്പോഴൊന്നും പറയാറില്ലല്ലോ, പണ്ടല്ലയോ പറഞ്ഞത്. ചേടാ വേന്ദ്ര, എടാ വിചിത്ര, അവിടെ നിന്നില്ലേ, ഒരു കാര്യം ചോദിക്കട്ടെ. എടാ നിൽക്കാനെ, കുഞ്ഞമ്മ പറയണേ, നിൽക്കടാ. ഞാൻ വന്നോളാം, നീ നടന്നോ. എടാ പോകണ്ടാടാ, അതിപ്പോ എന്തോന്ന് അങ്ങനെ ഒരു അധികാരം. ഞാൻ വീട്ടിൽ ചെല്ലുമ്പം പറഞ്ഞു കൊടുക്കും. നീ എന്റെ വയറ്റിൽ പിറക്കണ്ടവൻ. അച്ഛൻ തീർപ്പിച്ചു തന്നതാണോ കടുക്ക? കുഞ്ഞമ്മ ഒരു കാര്യം ചോദിച്ചാ നേര് പറയാമോ? നേരായിട്ടും. എടാ മോനെ, നിന്റെ അച്ഛൻ എവിടെ നടാ ഇതിനു വേണ്ടി കാശ്? നിനക്കറിയാം, പറയാത്തതാ. ദേ, ഇങ്ങനെയാണോ കുഞ്ഞമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട്? എവിടെ നടാ? നിധി കിട്ടിയതാണോ? പിന്നെ കുഞ്ഞമ്മ ആരോടും പറയില്ല. ഇല്ല, എന്റെ മോൻ സത്യം ഇല്ല. അച്ഛനെ ഇടയ്ക്കിടയ്ക്കൊരു പാമ്പ് വന്ന് കാണും. വരുമ്പോഴൊക്കെ ഓരോ കല്ല് കൊടുക്കും. ഓ, ചുമന്ന ഒരു കല്ല് തിളങ്ങും. പോടാ, കല്ല് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പാമ്പിനെ ആരും കണ്ടിട്ടില്ല. വേണ്ട ചെറുക്ക, വെളച്ചിലും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നിന്റെ ചുക്കുറു ഞാനും ഞരിഞ്ഞെടുക്കും. ഓ, അങ്ങേരുടെ അല്ലയോ മോന്, പിന്നെ എങ്ങനെ?
കാപ്പി. അവിടെ ഇരുന്നോട്ടെ, പാത്രം ഞാൻ വരുമ്പോ കൊണ്ടുവന്നോളാം. മതിയുടെ മറ്റേത് പവിത്രണ്ണ പവിത്രണ്ണാന്നും പറഞ്ഞ് പുറയെന്ന് മാറത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴെന്തെന്നാ കണ്ടിട്ടൊരു വലിയ കനപ്പ്. പരീക്ഷ ജയിച്ചോടി. എടി, നിന്നെ പീസിൽ നിന്ന് പഠിപ്പിച്ചോനാ ചോദിക്കുന്നേ, പരീക്ഷ ജയിച്ചോന്ന്? ഇല്ല. ഇപ്പൊ പിന്നെ നീ എന്ത് ചെയ്യുന്നു? ടൈപ്പിന് പോണു. ആര് പഠിപ്പിക്കുന്നു? അവിടുത്തെ സാറുമാര്. അതല്ല ചോദിച്ചത്, ആര് ഫീസ് തരുന്നു? ഇപ്പൊ ഇവിടെ പോയിട്ട് വരുന്നു? മില്ലില് കാപ്പിയും പലഹാരം കൊണ്ട് കൊടുക്കാൻ. പൊക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടി വിചാരിക്കരുത് കേട്ടോ. മറ്റവൾ എങ്ങനെ പോയാലും നിന്നെ ഒരു നല്ല നിലയിലാക്കി എടുക്കണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ. ഒരു കണക്കിന് അവള് പോയതെന്റെ ഭാഗ്യം. ഇല്ലേ പിന്നെ കുശുമ്പ് പൂത്തന്മാർ പറഞ്ഞുണ്ടാക്കിയനെ ഞാൻ അവളെ അനിയത്തെയും വെച്ച് കാശുണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അധ്വാനിക്കണം, പിന്നെ ദൈവാധീനവും വേണം. അതവിടെ ഒരു പ്രൈവറ്റ് ബിസിനസ്. ഓ, പ്രൈവറ്റ് ബിസിനസ്. ഇനി ഇതങ്ങ് മതിയാക്കാൻ പറയാം. നാണക്കേട്. വാ, ബാക്കി എന്തും ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കാര്യം മാത്രം കടുംപിടുത്തം. താൻ കേൾക്കുന്നുണ്ടോ കുറിപ്പ് പറയുന്നത്? ഇനി ഇതങ്ങ് മതിയാക്കു വെച്ചേ. മോശം ഒരു മോശവുമില്ല. ഞാനിത് മുടക്കില്ല. അങ്ങേരുടെ മില്ലി കുത്തിക്കാൻ പോരുതെന്ന് വിലക്കി. ഞാൻ പോക്ക് നിർത്തി. ആരുടെയെങ്കിലും കൈ കൊടുത്തേച്ച് കുത്തിച്ചോളാൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറുപ്പിയായിട്ടുണ്ട് ഇത് കുത്തിപ്പോക്കാൻ നിൽക്കണ്ട. പക്ഷേ വല്ലവരുടെയും കൈ കൊടുത്തയക്കുമ്പോ അതിൻ്റെതായ കുത്തുവാശിയും കാണുമെന്ന് കണ്ടോണം. ആളേറെ പോണതിനേക്കാ ഭേദം താനേറെ പോണതാണേ. താനേറെ ഇപ്പൊ അങ്ങനെ പോകണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതും എരപ്പേരുടെ മില്ല്. അതിന് വേറെ മില്ലില്ലാഞ്ഞിട്ടല്ലയോ? കൊണ്ടേ ഞാൻ അങ്ങേരുടെ മില്ലിൽ കൊടുത്തയക്കുവോ? ആട്ടെ, വേറെ മില്ലുണ്ടോ നീ? പിന്നെ കൊടുത്തയക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? ഇത് നല്ല പോര് തന്നെ. ഏതോ എൻഡ്യാനി പെണ്ണ് കാരണം ആണുങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് ഇപ്പൊ നമ്മുടെ തൊഴിലിന് തടസ്സോ? ആദ്യം ഈ തറ വർത്താനം നിർത്ത്. നീ എന്തോ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ? എന്തോന്ന്? വേറെ മില്ലുണ്ടെങ്കിൽ നീ ആ അത്തപ്പഴയുടെ മില്ലിൽ പോവുകയല്ലോ? ഇല്ല. കുറുപ്പേ, നമ്മളാ കവലയിലെടുത്ത് എഴുതിച്ച 5 സെന്റ് സ്ഥലം എങ്ങനെ മില്ല് കൊടുക്കാൻ കൊള്ളാവോ? സാറേ, തമാശ പറയാം. ചോദിച്ചതിന് ഉത്തരം പറ കുറുപ്പേ. കൊള്ളാവോ? കണ്ണായ സ്ഥലം. ഏത് നിലയ്ക്കും കണ്ണായ സ്ഥലം ആന്നേ ആന്നു. ജാനേ, നീ കൊടുത്തയച്ചു കുത്തിച്ചു. പക്ഷെ ഇനി അത് സ്വന്തം മില്ലിൽ മതി. മനസ്സിലായോ?
എന്തെങ്കിലും റേറ്റ് മില്ല് സാധാരണ നെല്ലുകുത്ത് മില്ലാണോ അതോ വലിയ കാട്ടൺ മില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. ഒന്ന് ചുമ്മാ ഇരി എന്റെ പണിക്കരെ. വിചാരിച്ചാൽ ഉടനെ എല്ലാവർക്കും അങ്ങ് മില്ല് തുടങ്ങാൻ ഒക്കെയല്ലേ? കാശുണ്ടേൽ എന്താ തുടങ്ങാൻ പാടാത്തത്? വാ പലതും തുടങ്ങാം, പക്ഷെ മില്ല് തുടങ്ങാൻ ഒക്കെയല്ല. ഇതിനെ അറിവ് വേണം. കണ്ട കള്ളനും ചെമ്മാനും പോക്കറ്റടിക്കാനും ഒക്കെ അവന്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ വിരലറ്റ് അകത്ത് പോകും. അരി പൊടിയുന്നതിനൂടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും വിവരം അറിയുന്നേ. ഇതെന്തോന്ന് മാമച്ച വീരക്കേട് പറയുന്നത്? അതിന് അങ്ങേരെ അവിടെ നിന്ന് മിഷൻ ഓടിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? അതിനൊക്കെ വേറെ ആളെ വെച്ച് കഴിഞ്ഞു. മധുരയിൽ നിങ്ങാണ്ട് ഒരു പാണ്ടിക്കാരനെ കൊണ്ടുവരിക, അപ്പോയിന്റ്മെന്റ് ആറ് പോലും പോയി കഴിഞ്ഞു. മാമച്ചൻ വെറുതെ അവനോട് കയറി ഉരയ്ക്കാൻ പോകണ്ട. പണ്ട് കട്ടുമൂട്ടി നടന്നതാ, അതെല്ലാവർക്കും അറിയാവുന്നതുമാ. പക്ഷേ ഇപ്പോഴവൻ അവല്ല. വാ 4 കാശിന്റെ പുറപ്പ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വാലി മാറ്റി അവന്റെ പറയും. ഒരു ദിവസം നോക്കിക്കോ, പൊളിയും അന്നേ കളിയും നിൽക്കും. ഇച്ചയ്ക്ക് ഇത്രയും ആവശ്യം, അപ്പൊ എന്റെ വിഷയം ഞാൻ ആരോട് പറയും? അതെ അതെ, വല്ല സിദ്ധിയോ മറ്റോ ഉണ്ടോ എന്തോ. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു മില്ലെന്ന് പറഞ്ഞ അവിടെ മില്ല്. എനിക്കിപ്പോ വന്ന് എന്തെങ്കിലും അങ്ങേരോട് ആവശ്യപ്പെടാൻ തന്നെ പേടിയാ. നിന്റെയും പിള്ളേരുടെയും തലയിലെടുത്ത് നല്ലതാ, അതിന്റെയാ ഇതൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ പൊറുതി വിട്ടുകളയരുത്. ഇവിടം കൊണ്ടാ ഐശ്വര്യം. അയ്യോ, അത് പിന്നെ ഞാൻ വിടുവോ? അല്ല, കോളനിയാ ലക്ഷം വിടാന്നൊക്കെ വിചാരിച്ച്. കൊള്ളാം, കോളനി ആയാൽ എനിക്കെന്താ ഇച്ചയി, ഞാൻ തന്നെയാ. അഖിലാണ്ട മണ്ഡല മണി ചുരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സുരണമായി മിന്നു പരമപ്രകാശമേ ശരണം നീ നിത്യം. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി തവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി വിജയിക്കാൻ തിരുനാമങ്ങൾ പാടി. പിള്ളേരൊന്ന് മാറി ഇന്ന് തന്നെ കുത്തിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് കുത്തും പ്രിയ ഒരു ടെക്നിക്കാണ്. പണിയെടുപ്പിക്കുന്നേ പാണ്ടിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കണം. അതെ, നമ്മുടെ ആളുകളാണെങ്കിൽ ചുമ്മാ കശപിച്ച വർത്താനവും 3-ാം പക്കം യൂണിയനും കിട്ടി ഇങ്ങനെ അതൊക്കെ കിട്ടി. മാമച്ചോ, ഓ ഞാനിത് ആരെന്ന് വിചാരിച്ചു. വന്നാട്ടെ. എന്തുവാ മാമച്ച, ഈ നാട്ടും കുത്തുവൊന്നും ഇല്ലയോ? ഉണ്ട്. ഇതിപ്പോ ഇത് സ്വപ്പം റിപ്പയർ വന്നൊരു ഗ്യാങ് പറഞ്ഞു ഇരുന്നാട്ടെ. നമ്മുടെ കള്ളം പവിത്രന്റെ മില്ല് നല്ല വരച്ചാന്നാണല്ലോ കേൾക്കുന്നത്. അതെന്തുവാ, ഏതാണ്ട് പുതിയ ഇനം മെഷീനാണ്? മെഷീൻ എവനാ മെഷീൻ? മറ്റതൊക്കെ 4 ദിവസം കഴിയുമ്പോ അരിയുടെ കൂടെ തുരുമ്പും വിഷവും കൂടെ പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങും. ദേഹം സ്തംഭിക്കുമ്പോഴായിരിക്കും ഓരോരുത്തൻ ലാഭത്തിന് കുത്തിക്കാൻ പോയതിന്റെ വിവരം അറിയുന്നത്. കണ്ടായിരിക്കുമോ ഈടെ എങ്ങാനും? ഇല്ല. ഉദ്ഘാടനത്തിനും വിളിച്ചില്ലായിരുന്നു? ഇല്ല. അല്ലേ? അതേന്നേ, അപ്പോഴായി ഇവൻ ഇത്രയ്ക്കായോ എന്ന് ഞാനും ചിന്തിച്ചത്. പഴയ വൈരാഗ്യം തീർക്കായിരിക്കും കൊച്ചാക്കാൻ നോക്കിയിട്ട്. നോക്കട്ടെ.
അവനറിയാൻ മേലെ എന്റെ ഗുണം. ഇറുക്കണമെന്ന് വിചാരിച്ച ബ്രഹ്മാവിനെ പോലും ഞാൻ ഇറുക്കും. തനിക്കറിയാവോ? പിന്നെയായി കള്ളം പവിത്രൻ. കുറച്ച് നെല്ല് കുത്തിക്കാനുണ്ടായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ. 70 പൈസ. ഓരോ വിദ്യകള്. രസീത് അങ്ങനെ കീറി കൊടുക്കുവോ? ഇത്ര അളവിന് ഇത്ര രൂപ കണക്കാക്കി ഇവിടെ തന്നിട്ട് പോകണം. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഗണേശ, ഗണേശ, அந்த இன்ஜினை ஆஃப் பண்ணி வாடாவிட. முதல்ல யார் வந்து? இந்த பையனா அந்த பொம்பளையா? பின்ன ஏன் இந்த பையில நெல்ல நீ முதல்ல ஓர்டர் எடுத்திருக்க? அம்மா அம்மா பிசினஸ் எல்லாம் அங்க வீட்டுல. ഇത് മില്ല് தெரியுதா? ഓ അതിനിപ്പോ എന്തോന്ന്, ഞങ്ങൾക്ക് പോയിട്ട് ഒരു ധൃതിയില്ല. നിങ്ങൾ യോജിച്ചില്ല. மேலில் இந்த தப்பை வரக்கூடாது. ஃபர்ஸ்ட் வந்தவரை ஃபர்ஸ்ட், லாஸ்ட் வர்றவரை லாஸ்ட். தெரியுதா? போயிடு. 1:20. പാടാ. ഓരോ ഡാവ് വേലകള്. അത് വലിയ അതിശയം പോലെ കൊട്ടിക്കൊഴിക്കാൻ കുറെ ആലെന്ന പെണ്ണുങ്ങളും. അങ്ങേര് തമിഴ് പറയുന്ന കേൾക്കണം, അതിശയിച്ചു പോവും. തമിഴ്നാട്ടിലെ എല്ലാം കിടന്നിട്ടുണ്ടായിരിക്കും, അതിനിത്ര അതിശയം തോന്നുന്നു. എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് പിടിക്കൂല. ഒരു ദിവസം അവിടെ പോയി നോക്ക്, എല്ലാത്തിനും ഒരു കണക്കും കണിച്ചൊക്കെ അവിടെയുണ്ട്. വാ കള്ളരാ കാണിച്ച ഒന്ന് പോയി പറഞ്ഞാരെ. ഒരു ദിവസം കാണാം എല്ലാം കൂടി ഇരുന്ന് പൊളിഞ്ഞു വീഴുന്നത്. കള്ളന്റെ മുതൽ എങ്ങനെ ഉറപ്പുള്ള മുതലാകുന്നത്? അതങ്ങ് പോവും വന്ന പോലെ. അതുവരെ ഞാൻ ഇങ്ങനെ മുട്ടും കെട്ടിയിരിക്കാനോ? നിനക്ക് അറിഞ്ഞൂടാ എന്റെ മനപ്രയാസം. ആ മില്ലിനകത്ത് നിന്ന് കാഞ്ഞിരിക്കുമ്പം എന്തൊക്കെ ഞാൻ ആലോചിച്ചെന്നറിയാമോ? രാത്രി ചെന്ന് അവന്റെ മില്ലിന് തീവച്ചാലോ? കൈപുണ്യമുള്ള ഏതേലും മന്ത്രവാദി ഇരുത്തി എന്തേലും ക്ഷുദ്രം ചെയ്യിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചു. എന്നാ പിന്നെ അങ്ങനെ വല്ലതും അങ്ങ് ചെയ്യിച്ചു നോക്കണം. ഓ അതിനൊന്നുള്ള ആത്മബലം എനിക്കില്ല. വേറൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഇവന്റെ കള്ളം ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അച്ചായൻ കിടക്ക്. ഞാൻ കിടക്കാം, പക്ഷേ അവനെ ഒന്ന് തറവറ്റിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്റെ അച്ചായൻ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഓ നീ എന്തോന്ന് നോക്കാൻ? അതല്ലേ മാമച്ചായൻ അറിയാഞ്ഞിട്ടാ. എന്റെ പട്ടിക്ക് വില കാറ് മേടിച്ചടി കണ്ടോടി എന്നും പറഞ്ഞു കൊണ്ടുവന്നതാ. എന്നാൽ ഇച്ച ഇതെല്ലാം കണ്ടിട്ട് പാറോല നിൽക്കുന്നല്ലോ. ഞാനൊക്കെ എന്നെ മനസ്താപം കൊണ്ട് ഉരുകി ചത്തേനെ. ഓ എന്തിന്? എന്റെ ഇച്ചായനാര്? ആ കള്ളം പൗത്രനാര്? അങ്ങേരുടെ പദവി എന്ത്? ഈ പുല്ലന്റെ പദവി എന്ത്?
എല്ലാം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലോ. അപ്പാ, തോമസ് കുട്ടി എവിടെ? എടി മോളെ, നിന്റെ കെട്ടിയവൻ എവിടെയെന്ന്? അങ്ങേരോട് ഞാൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവല്ല അറിഞ്ഞാൽ അധികം എന്നെയും കൊണ്ട് നാക്കും. മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേട്ടൊക്കെ മതി. അപ്പന് നാണമല്ലേ വൃത്തിയോട് കാണിക്കാൻ? അതോ ദമയന്തി. എടി, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ ഈ എല്ലും എല്ലാം പൂട്ടിക്കെട്ടിട്ട്? എടി കുഞ്ഞെ, അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ? അതറിയാനാ ഞാനിപ്പോ വന്നേ. ഞാനങ്ങ് വന്നാലും ഞാൻ അന്വേഷിച്ചു തരും. അല്ല, വരുന്നില്ല ഒരു കാര്യം, ഞങ്ങൾ ആരും ഇങ്ങോട്ട് മേലെ അന്വേഷിച്ച് വരികയില്ല, അത് ഉറപ്പാ. ഈ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ. ഈ നാട്ടിൽ നിന്ന് അപ്പന് പോരാനൊക്കെയില്ല, എനിക്കറിയാതെ. എനിക്ക് അപ്പനില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഓ, പോന്നോരൊക്കെ പോട്ടെ. അപ്പൻ ഒറ്റത്തടിയായിട്ട് നിന്ന് പോട് വീണോന്ന് ആശിക്കുന്ന മോള് തന്നെയല്ലോ. അങ്ങ് പോട്ടെ. വിഷമം അതല്ല, രക്തബന്ധം എന്ന് പറയാൻ ആകെ അതൊന്നേ ഉണ്ടായിരുന്നു. അയ്യേ, എന്തിച്ചായൻ ഇങ്ങനെ സാധുവായാലോ? എന്തു പറ്റി കുറുപ്പേ? സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഒരു പെണ്ണ്. പെണ്ണോ? ഇത് മറ്റോട് അനിയത്തിയാണല്ലോ. അതെ. വന്നേ. സ്റ്റാൻഡില് കാറിട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ കൊച്ചു വന്ന് കാറേ കയറി. വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ടു. കുറെ ഇങ്ങി പോന്നപ്പോഴാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അതെന്തോ കുഴപ്പത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി. ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇറങ്ങുന്നില്ല. പിടിച്ചെറുക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഒറ്റ ഇരിപ്പ. സാറിനെ കണ്ട് എന്തോ പറയാനുണ്ട് പോലും. ഏതായാലും കുറിപ്പ് കാര്യം ചെയ്യും. അവളോട് ഞാനും വരാൻ പറ. ഞാൻ മില്ലത്തിരിക്കാം. വണ്ടി നിൽക്കട്ടെ. എന്താ അവിടെ പോരെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഓ. എന്താ ഭാമ? എന്തേലും വിശേഷമുണ്ടോ? നീ ഇപ്പോ ടൈപ്പിന് പോണില്ലേ? ഉണ്ട്. ടൈപ്പ് നല്ലതാ, ജോലി കിട്ടാൻ എളുപ്പമാണ്. ട്യൂഷൻ പോണണ്ടേ? ഉണ്ട്. ഇന്നിപ്പോ അവിടുന്ന് വരുമ്പോഴാ അണ്ണന്റെ കാറ് കിടക്കുന്ന കണ്ടത്. അപ്പോഴ് അതിലൊന്ന് കയറണമെന്ന് ആശ തോന്നി. കേറി കഴിഞ്ഞപ്പോഴാ കൈ കാശില്ലെന്ന കാര്യം ഓർത്തത്. എങ്കിൽ പിന്നെ അണ്ണനോട് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നീ ഇന്നത്തെ ചേച്ചിയെ പോലെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുവരിക. ഞാൻ കളി പറഞ്ഞതാണ് നീ. ആമേ, പിന്നെ ഇങ്ങനെയാണോ കളി പറയുന്നേ? ഒരു വയറ്റിൽ നിന്ന് പോന്നെന്ന് വെച്ച് എല്ലാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നീ നില്ലേ, നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അണ്ണനെ കാണണമെന്ന് തോന്നിയതുകൊണ്ടും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല, അണ്ണൻ എന്നെ അറിഞ്ഞുകൂടാ.
എന്താടാ എന്താ വേണ്ടേ? റബ്ബർ കളഞ്ഞുപോയി, അതിനെ പുതിയത് വാങ്ങിക്കണം. അമ്മയോട് ചോദിച്ചോ? ഇല്ല. പോയി ചോദിക്കടാ. എടാ ചിത്ര, എന്റെ പെട്ടി ഒന്ന് തുറക്കട്ടെ. ഇങ്ങോട്ട് വാ, പെട്ടി ഇങ്ങോട്ട്. ജാനകി, ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണും. ഈ റൂളിക്ക് റബ്ബറിനും കാശിനെന്നും പറഞ്ഞ് പിള്ളേരെ എപ്പോഴും കൂടി തള്ളിവിടരുതെന്ന്. അവളുടെ ഇന്നത്തെ ആ വരവും പോക്കും എന്തിനായിരുന്നു എന്ന് അറിയണമല്ലോ കുറുപ്പേ. അതെ, സംശയിക്കേണ്ട വർഗമാണ്, അതുകൊണ്ടാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്നത്തെ നേരത്തിന് കാർ അവിടെ കൊണ്ടിട്ട് ഇനി വിളിച്ചോണ്ട് വന്നാലോ? കേറിയില്ലെങ്കിലോ? കേറാതിരിക്കുവോ? കേറും. എനിക്കെന്തോ ആ പ്രതിമയോട് വല്ലാത്തൊരിഷ്ടം തോന്നി. പാത്രങ്ങളുടെ ആ കാടിന്റെ ഓർമ്മയ്ക്കായി അത് കയ്യിലിരിക്കട്ടെ എന്നെനിക്ക് തോന്നി. അതൊരു മോഷണമേ ആയിരുന്നില്ല. കാണിച്ചത് തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നി. വിശ്വസിച്ച് രഹസ്യവാതിൽ വരെ കാണിച്ചു തന്ന ഗുരുവിനെയാണ് വഞ്ചിച്ചതെന്നോർത്തപ്പോ വല്ലാത്ത വിഷമമായി. എനിക്കൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ ക്ലാവ് പിടിച്ച ആ പാമ്പിൻ പുറ്റ് പോയത് കൊണ്ട് വ്യാപാരിക്ക് എന്തെങ്കിലും പോയിന്നല്ല. കള്ളനായിരുന്നേലും നിഷ്ഠയുള്ള കള്ളനായിരുന്നു ഞാൻ. എന്റെ നിഷ്ഠയാ നേര് പറഞ്ഞ എന്റെ ഉയർച്ച. തെറ്റ് തെറ്റാണെന്നും ഈ തെറ്റും കൊണ്ട് നടന്നാൽ ഒരു കാലത്തും എഴുച്ച ഉണ്ടാവുകയില്ലെന്നും എനിക്ക് തോന്നി. വരുന്നത് വരട്ടെ. ഒടുവിൽ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. വ്യാപാരിയെ ചെന്ന് കാണാം, കുറ്റമേറ്റു പറഞ്ഞ് സാധനം തിരിച്ചേൽപ്പിക്കാം. ഒന്നുകിൽ അദ്ദേഹം സന്തോഷിക്കും, അതല്ല പിടിച്ച് പോലീസിൽ കൊടുക്കാൻ ആ ഭാവമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എല്ലാം വരും പോലെ. ഇതാരേ? പവിത്രനോ? പിന്നെ എന്തൊക്കെ ഉണ്ട്? നീ ആള് കൊള്ളാമല്ലോ. അയക്ക് നോക്കട്ടെ. ഓരോ സാധനങ്ങള് എവിടുന്ന് കിട്ടുന്നു നിനക്കിതൊക്കെ? കൈമളെ കൊണ്ടുപോയെന്ന് തൂക്കി നോക്ക.
മുതലാളി, എന്താ കൈമളെ? ഇരിക്കൂ പവിത്ര. ഇതിന് ഞാൻ എന്ത് വിലയാ തരേണ്ടത്? അപ്പോഴേ പവിത്രൻ തന്നെ ഒരു വില പറ. ന്യായം പോലെ ചെയ്താൽ മതി. എന്റെ ഒരു പാടും ദുരിതവും ഇവിടേക്കും അറിവുള്ളതാണല്ലോ. ഇപ്പൊ ഇത്രേ ഉള്ളൂ. കൊച്ചു കള്ള, പുളുവാണോന്നാ എനിക്ക് സംശയം. ഏതോന്ന്? ആ പ്രതിമ കിട്ടിയ കഥ. നിന്നോട് പുളു പറഞ്ഞിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. ഉണ്ടോ? അതില്ല. പിന്നെന്താ സംശയം? സംശയം എന്താന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ എണ്ണം മറച്ചു പിടിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങള്? ഏതാ ഈ കട, എവിടാ ഈ ടൗണ്? എടമിടുക്കി, നീ എന്തിനാ ഇപ്പൊ അതറിയുന്നേ? അറിയണമെന്നില്ല, എന്നാലും അറിയണ്ട. ഇതുകൊണ്ടെന്ത് കാര്യം? അറിയേണ്ടത് അറിഞ്ഞില്ല. ഇനി എന്തുവാ അറിയേണ്ടത്? എവിടാ ഈ കട? ഓ, അതറിഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ തെക്കേലും വടിക്കലും കാക്കയുടെ കഥ പറഞ്ഞ പോലെ ആവും. നിങ്ങൾ തട്ടിയും പൊക്കി കടയ്ക്കകത്ത് കയറും, ചിലപ്പോ കഷ്ടകാലത്തിന് പാമ്പ് അടിച്ച് ചാവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മാമച്ചായനിപ്പോ അതിനൊന്നും പോവണ്ട. അത്രയെങ്കിലും അത്രയും. ഇതെന്നാ തുറക്കുന്നു അടയ്ക്കുന്നു? അടയ്ക്കുന്നു. അല്ല, ഒരു ന്യൂസ് കേട്ടു. അതൊന്ന് ചോദിക്കാമെന്നും കൂടെ വിചാരിച്ചാ ഇതുവഴി വന്നത്. കൊടുക്കാൻ പോകുന്നു. എന്തോന്ന്? ഇല്ല,
ഇല്ല. ഇല്ല വേണ്ട. ഇങ്ങനെ കേട്ടു മാമച്ചൻ മില്ല് കൊടുക്കാൻ പോകുന്നു, ബിസിനസ് കുറവായതുകൊണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഒരു എഞ്ചിൻ കൂടെ തുറക്കണമെന്നുണ്ട്, തിരക്ക്. അല്ല ഇപ്പൊ കേട്ടത് നേരാണോന്നില്ല. നേരല്ല, ഇവിടെ ആരും മില്ല് വിൽക്കുന്നില്ല, ഇവിടെ ബിസിനസ്സിലോട്ട് കുറവുമില്ല. അല്ല, കേട്ടു ചോദിച്ചു, നിങ്ങളതിന് ചൂടാവുന്ന എന്തിനാ? അതെ, വേണേല മുക്കിലിറക്കാം. വേണ്ട പവിത്ര, ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല. അണ്ണൻ എന്താ ആ നേരത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നോ? ശവത്തെ കുത്തുകയായിരുന്നെന്നും പറഞ്ഞ് അവിടെ വന്നിരുന്ന് ഭയങ്കര ബഹളം. അങ്ങനെ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കട്ടെ. നീ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ? നീ എന്റെ സംരക്ഷണം കഴിയുന്നു. അതൊക്കെ ഇവിടെ ഇരുന്ന് പറയാം. അങ്ങേർക്ക് വട്ടളകിയതുപോലെയാ. ഒരു പേനാക്കത്തി നൂത്ത് പിടിച്ച് മുന്നശത്തിരിക്കുക. ഇനി ഞാൻ ഈ വണ്ടി കയറുന്ന അറിയുന്ന ദിവസം എല്ലാരെയും കുത്തുമെന്ന് പറഞ്ഞു. അണ്ണനെയും കുത്തു അയാള്. നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യോ, ഞാൻ പോണു. കേറുന്നില്ല. അവള് വണ്ടി കേട്ടല്ലോ. കാണുകയല്ല, ഞാൻ സംസാരിച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഒന്നും പറയുന്നില്ല. കണ്ടിട്ടും ഒരുമാതിരി വല്ലാണ്ടിരിക്കും. അവളിപ്പോ വീടത്തിൽ കാണുമോ? ഇല്ലല്ലോ. കാണുകയല്ല. ഭാമേ, ഇതിന്റെ ഡ്രസ്സെല്ലാം എവിടെ? അങ്ങേരെല്ലാം കൂടി എടുത്തു വെച്ച് പൂട്ടി. കത്തിച്ചു കളയെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ അണ്ണാ, കേറാൻ പറഞ്ഞ കേറിക്കണം. അയ്യോ, ഞാനാ പറയുന്നത്. കേറാൻ. കുറുപ്പേ, രജിസ്റ്റർ ഓഫീസ് അറിയാമോ? അറിയാം. അങ്ങോട്ട് വിട്. അയ്യോ, എന്തിന്? ആമേ, നീ കണ്ടു? നിനക്ക് അറിഞ്ഞൂടെ എന്നെ? നീ വിചാരിച്ചത് കാശിന്റെ കുഴപ്പമുണ്ട് ഞാൻ ഏതാണ്ടോ കാണിക്കാന്ന അല്ലേ? ഇന്ന് 4 മണിക്ക് മുമ്പ് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ നീ എന്റെ വരുതിയില്ല. അല്ല, എവിടെയെങ്കിലും ഒരു സ്വല്പനേരം നിർത്താവോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നെന്തിന്? 9 കാര്യം പറഞ്ഞിട്ട് പോയാണ്. അങ്ങേരുടെ വിചാരം ആ മൊന്തയും കിണ്ടിയും പോയതോടെയാ ഐശ്വര്യം മുഴുവൻ പോയതെന്നാ. ഒണ്ടേൽ അതങ്ങ് കൊടുക്കന്റെ പൗത്രണ്ണ. എന്റെ ഒരു ആശയം അതങ്ങ് കൊടുക്കണമെന്ന്. അതിനിപ്പോ എവിടിട്ട് കിട്ടാൻ? ഇത്രയൊക്കെ കാര്യങ്ങൾ സാധിക്കാമെങ്കില് ഇതും അണ്ണന് സാധിക്കും. സാധിക്കും. അതെടുത്ത് മോന്തയ്ക്കെറിഞ്ഞ് അങ്ങേരോടും ചേച്ചിയോടും 2 വർത്താനം പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ വരണമെന്നാ എന്റെ ആശ. അതെന്റെ മാനത്തിന്റെ കാര്യമാ. കള്ളന്റെ ഭാര്യ എന്ന് ആരും എന്നെ വിളിക്കാൻ ഇടവരരുത്. ഇതെടുത്ത് കൊടുത്തില്ലേ അവരെന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. റൂം വിടുകയാണ്. ക്ഷേത്രത്തിലോട്ടല്ല. ആ പാത്രം 3 തിരിച്ചെടുത്തു തരാതെ ഞാനൊരു ദേഹത്ത് ഓടുകയല്ല. സത്യം. ഈ സ്ഥലം നോക്കി വെച്ചു. കൃത്യം 3:30 ഇവിടെ എത്തണം.
സന്ധ്യ മയങ്ങുമ്പോ എന്നും അങ്ങോട്ട് വെച്ച് അടിക്കുന്ന കാണാം. വെളുപ്പം കാലത്ത് ഇങ്ങോട്ടും. അവിടെങ്ങാനും പുതിയ ബന്ധം തുടങ്ങി കാണും എന്നാ എല്ലാരും പറയുന്നത്. ഭാവന അറിഞ്ഞോ? അയ്യോ, അറിഞ്ഞാലും അവൾക്കൊന്നുമില്ല. അങ്ങനെ വല്ലോ ഒന്ന് തുടങ്ങിയിരുന്നേൽ എന്റെ പെണ്ണ് രക്ഷപ്പെട്ടു. ഉറക്കാണോ? വാവച്ചേ, സാറ് പറഞ്ഞ് ഉടനെ വിളിച്ചോണ്ട് വരണം. കുറിപ്പേട്ടൻ പൊയ്ക്കോ, ഞാനങ്ങ് വന്നോളാം. അയ്യോ, അത് പറ്റിയല്ല. ഛേ, ഉച്ച വയ്ക്കാതെ ഞാൻ പറയുന്ന കേക്ക്. അണ്ണനോട് പറ, അണ്ണ വാങ്ങിച്ചെന്ന പുടവ എടുത്തോണ്ടേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞെന്ന് കേട്ടോ. നീ എന്റെ മാനം കാത്തു. ഇനി എന്തറിയണം? സാധനം ഇത് തന്നെയാണല്ലോ. അന്ന് മൂന്നേലും എ എം എന്ന് കൊത്തിയിട്ടുണ്ട്. എം നോക്കിയാട്ടെ, എ മാമച്ചൻ എന്നുള്ളതിന്റെ എ എം. എന്ത് പറയുന്നടോ? ഒന്നും പറയുന്നില്ല. ഇതൊരു തുമ്പാണ്. ഇതേ പിടിച്ച് ഞാൻ തെളിയിച്ചോളാം തന്റെ കള്ളപ്പണം.
ഉം